ഹായ്, ഞാനിന്ന് കുക്ക് ചെയ്യുന്നത് പടവലങ്ങായും പരിപ്പും ഇട്ടൊരു കറിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടൊരു കറി തന്നെയാണ്. ഉറപ്പായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നല്ല ടേസ്റ്റ് ആയിട്ടൊരു കറി തന്നെയാണ്. അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസ് പടവലങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു അരക്കപ്പ് പരിപ്പും. ഈ പരിപ്പ് ഞാനൊരു 6 മണിക്കൂറോളം വെള്ളത്തിയിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പടവലങ്ങയുടെ ഈ തൊലി ഒന്ന് ചിരണ്ടി കളയണം. ഇതുപോലൊന്ന് ചത്തി കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തൊലി അങ്ങ് പോകുന്നതാണ്. അതിനുശേഷം ഇന്നൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ അകത്തെ അരിയും ഒന്ന് ഇതുപോലെ കളയുക. കുറച്ച് അരിയും കളയുക. ഇതുപോലെ അരി കളഞ്ഞ് എന്നിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് വെള്ളത്തിൽ ഇട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. അതിനകത്ത് എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. നമ്മുടെ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയതായിട്ട് തന്നെ ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഒരു അരമുറി തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക. ഒരു അരമുറി സബോള എടുത്തിട്ടുണ്ട് സ്ലൈസായിട്ട്. ഒരു 2 പച്ചമുളക്, ഒരു 7-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ഇത് ചെറുതായിട്ട് തന്നെ ഇതുപോലെ തന്നെ ഒന്ന് നടുക്കൂടൊന്ന് അരിഞ്ഞു കൊടുക്കണം. ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വെളുത്തുള്ളിയുടെ ആവശ്യമുള്ളൂ. അതപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് നമുക്കൊരു 2.5 കപ്പ് വെള്ളത്തോളം, അല്ലെങ്കിൽ 3 കപ്പ് അതിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഒരു 4 വിസിലോളം ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു. 3 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 4 വിസിലോളം അടിച്ചെടുക്കുക. അതപ്പം പരിപ്പ് നമ്മൾ വെന്ത് വരുന്ന സമയത്തൊക്കെ നമുക്കൊരു അരമുറി തേങ്ങ ചിരിക്കാതെ, ഒരു 4-5 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇത്രയും കൂടി ചേർത്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സിയിലിട്ട് നല്ലതായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. അത് അരഞ്ഞ് കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ പരിപ്പ് ഇവിടെ 4 വിസിലടിച്ച് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ആ അരിഞ്ഞ് വെച്ചേക്കുന്ന പടവലങ്ങ, പച്ചമുളക്, സബോള, തക്കാളി, പിന്നെ ബാക്കിയുള്ള ചെറിയുള്ളി, ഒരു വെളുത്തുള്ളി അരിഞ്ഞത് ഇത്രയും ഇട്ട് കൊടുക്കുക. സ്വല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പം 1.5 കപ്പ് 1.25 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. നിങ്ങളുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രം ഇപ്പം ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സാക്കി ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കറി വെച്ച് ഇനി ഒരു വിസിൽ അടിച്ചാൽ മതി. കാരണം പടവലങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഐറ്റമാണ്. അപ്പം 4 വിസിൽ പരിപ്പിൻ്റെ ഓൾറെഡി അടിച്ചെടുത്തായിരുന്നു. ഒരു വിസിൽ അടിച്ചെടുത്തപ്പോൾ പരിപ്പും പടവലങ്ങയും രണ്ട് ഇതുപോലെ നല്ലതായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ളൊരു ഒരു വലിയ പാത്രം എടുത്തിട്ട്, ഒരു മീഡിയം സൈസ് വലിയ പാത്രം എടുത്ത് നമുക്ക് ആ വെന്ത് കിട്ടിയേക്കുന്ന പരിപ്പും പടവലങ്ങ എല്ലാം കൂടെ ആ ഒരു പാനിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഒന്ന് നല്ലതായിട്ട് മിക്സാക്കി ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ലതായിട്ട് തന്നെ കുഴഞ്ഞുണ്ടോ, പരിപ്പെല്ലാം നല്ലതായിട്ട് തന്നെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ടോ. ഇതുപോലെ കിട്ടണം. പരിപ്പങ്ങ് മിക്സായി കുഴഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ആ തേങ്ങയും ആ മസാലക്കൂട്ടൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതി. ആ തേങ്ങ നമ്മൾ അരച്ചതിൻ്റെ ബാക്കിയുള്ള ആ ഒരു മിക്സിക്കകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി ഇളക്കിയെടുക്കുക. ഇതുപോലെ മിക്സാക്കി ഒരു തേങ്ങ ഒഴിച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഒത്തിരി നേരം തിളപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പ് ലാസ്റ്റിലൊന്ന് നോക്കുക. ഉപ്പ് തന്നെ ഇനിയും ഇവിടെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ അത് വഴറ്റാൻ നേരം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തുള്ളൂ. അപ്പോൾ 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി വേണമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കറിയുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇനിയും കടുക് പൊട്ടിക്കുക. ഒരു 3 ടീസ്പൂണ് ഓയിലിനകത്ത് 1/2 ടീസ്പൂൺ കടുക്, ഒരു 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ആദ്യം ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ പരുവായി വന്നതിന് ശേഷം മാത്രം ഇനി വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ. കാരണം വറ്റൽമുളക് ആദ്യം ഇട്ടല്ല, വറ്റൽമുളക് പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ഒന്ന്
ഇത് കാശ്മീരി മുളക് പൊടി കരിഞ്ഞു പോകല്, ലോ ഫ്ലെയിമിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ലാസ്റ്റിൽ ആ കറിയിലേക്ക് നമ്മൾ ഈ കടുക് തളിച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി ഇവിടെ സെറ്റാക്കിയിട്ടിരിക്കുകയാണ്. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് നിർത്താം കേട്ടോ. ഗ്യാസ് നിർത്തിയതിന് ശേഷം നമുക്കിത് മിക്സാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കിനി ഉപ്പിൻ്റെ കുറവുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഉപ്പ് ഞാൻ ചേർത്തത് കറക്റ്റ് തന്നെയായിരുന്നു. ഇനിയും കൂടുതലും ഇല്ല, കുറവില്ലായിരുന്നു. അപ്പം നമുക്ക് ഇത് ഏകദേശം ഒരു 7 പേർക്കോളം കഴിക്കാനുള്ള റെസിപ്പിയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ നേരം അതിനനുസരിച്ചുള്ള മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കുക. കുക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് കുക്ക് ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.